അങ്ങനെ നമ്മള് അമ്പലത്തിലെത്തി അല്ലേ? റെഡി ആവുന്ന സ്ഥലമാണ് ഇടാം. അച്ഛൻ ചോദിക്കുന്ന അപ്പൊ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പോവുന്നു, നമ്മളെ കോട്ടത്ത്. അപ്പൊ കർക്കിടക മാസത്തിൽ അവിടെ ചുറ്റുവിളക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് മേതൂട്ടി ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ച് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മ എന്റെ ഒരു കസിൻ ഉണ്ട്, ആ കസിൻ ഇങ്ങനെ ജയശാലിനെ ഇങ്ങനെ മോളെ പേരിൽ കഴിപ്പിച്ചു. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊന്ന് കഴിച്ചുകൂടെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് അറിയല്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് വിളിക്കുകയും ചെയ്തു. നമ്മളെ കൃഷ്ണാടനെ വിളിച്ച് മേതൂട്ടിയുടെ പേരെടുത്തു. അപ്പൊ ഇന്നാണ് മേതൂട്ടിയുടെ നക്ഷത്രം വരുന്നത്. അപ്പൊ കർക്കിടകത്തില് ഇന്ന് നക്ഷത്രം വരുന്നത്. അപ്പൊ പെൺകുട്ടികൾ മാത്രമേ വെക്കലില്ലോ നല്ല അല്ല? അങ്ങനെയല്ലേ? അതിനെ കുറിച്ച് നമുക്കറിയില്ല കേട്ടാ. നമ്മള് അമ്പലത്തിലെത്തി അല്ലേ? അച്ഛനെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കേട്ടാ. ശ്രീ പരിയാരം ശ്രീ കുട്ടിയൂർ നന്മ ക്ഷേത്രം നമ്മുടെ സമുദായത്തിന്റെ ക്ഷേത്രമാണല്ലേ? തെയ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിന് മുന്നേ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ? എന്തുണ്ട് ചുറ്റുവിളക്ക് സമയമായില്ല അല്ലേ? ഇതെല്ലാം നമ്മുടെ ചുറ്റുവിളക്കിന് തന്നെ രണ്ടാളുണ്ട്. അപ്പൊ അവരെല്ലാരും കൂടി കത്തിക്കലാണ് അല്ലേ? തെയ്യം റെഡി ആവുന്ന സ്ഥലമാണ് ഇടാം. അതെ, നോക്കി അങ്ങനെ വിളക്കെത്തിക്കണ്ടേ അല്ലേ? അതെ, വിളക്കെത്തിക്കാൻ തുടങ്ങി എല്ലാവരും. രണ്ട് വിളക്കിന് കത്തിക്ക് എല്ലാം അമ്മേന്റെ ഭാഗ്യം. ക്ഷേത്രത്തിൽ പുതിയതായിട്ട് നിർമ്മിച്ച ഓഫീസാണല്ലേ? അപ്പം ഇതാണ് നമ്മളെ കൃഷ്ണാടൻ കേട്ടോ. കൃഷ്ണാടൻ ഇതിൻ്റെ ആധികാരികമായിട്ടെല്ലാം നമുക്ക് കർക്കിടക ദീപാനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പിന്നെ ഒരു 10 കൊല്ലമായിട്ട് ഇവിടെ തുടങ്ങി. അതെ, ഒരു 100 ദിവസേന ദിനം വരെ 100 150 ആൾക്കാരോളം ഇവിടെ വന്ന് പിന്നെ പായസം അതുപോലെ പല ഇതുണ്ട്. അപ്പോൾ എനിക്ക് പായസമായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുവാൾക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും. നല്ല രൂപത്തിൽ തന്നെ ഇത് വന്ന് പോകുന്നുണ്ട്. നല്ല ഇതായിട്ട് ഇപ്പം ചുറ്റുവിളക്കെല്ലാം അധികം ചെറിയ കുട്ടികൾ തന്നെയാണ്. ഈ ഒരു വർഷമാണല്ലേ കൃഷ്ണയുടെ ഇതെല്ലാം? ഈ കർക്കിടക മാസം ഒരു മാസം ഫുള്ളായിട്ട്. ഒരു മാസം അല്ല, എല്ലാവരും കുഞ്ഞുമക്കളാണ് കുഞ്ഞുങ്ങളൊക്കെല്ലാം കത്തിക്കുന്നത്. പിന്നെ വലിയ ആൾക്കാരും സഹായിക്കും. അങ്ങനെ നല്ല ഇതായിട്ട് നല്ല രൂപത്തിൽ തന്നെ ഈ കർക്കിടക മാസത്തിൽ നല്ല ഇതായിട്ട് ഇപ്പോൾ ഒരു 100-200 ആളെങ്കിലും ഉള്ളത് ഒരു ദിവസം. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തുടക്കം മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ആ ഒരു സംശയം മാറി കിട്ടിയല്ലേ പ്രിയ? ആദ്യം വിചാരിച്ച് ചുറ്റുവിളക്ക് പെൺകുട്ടികൾക്ക് മാത്രമാണെന്നുള്ളത്. അല്ല, ചെറിയ പൂരക്കുട്ടിയാണ് ഇവിടുത്തെ പ്രധാന ഇത്. അതെ അതെ, കുട്ടികൾക്കാണല്ലേ മെയിനായിട്ട്. അപ്പോൾ അത് കുട്ടികളെ ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ പ്രായമുള്ളവർക്കും സ്ത്രീകൾ മാത്രമേ ഇവിടെ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കും. ഇതാണ് നമ്മുടെ പാചകപ്പുര. അതായത് ഇവിടെ നിൽക്കുന്ന ദിവസം എല്ലാവരും ഇവരെല്ലാം ഒരു 4 മണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇവിടെ എത്തും. അങ്ങനെ പായസത്തിൻ്റെ ഇതെല്ലാം ഇതാക്കും. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ വന്നിട്ട് പായസം എല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒത്തുകൂടിയിട്ടില്ലേ അവർ ഇതല്ലേ? താൽക്കാലികമായി. അപ്പോൾ അതിൻ്റെ ഭക്ഷണം ഇതെല്ലാം കൊടുക്കുന്നതെല്ലാം അപ്പുറമാണ്. പായസം ഇതെല്ലാം അതെല്ലേ? ഞാൻ ക്ഷേത്രം പ്രസിഡന്റ് രാമേന്ദ്രൻ. കഴിഞ്ഞ ജനറൽ ബോഡിക്ക് യോഗത്തിന് ശേഷം വന്നതാണ്. ഒരു 13 വർഷമായിട്ട് ഇവിടെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഒരു ക്ഷേത്ര കളിയാട്ടം, അതുപോലെ സംക്രമം, പിന്നെ കർക്കിടക മാസ ദീപാരാധന, ചുറ്റുവിളക്ക്, അങ്ങനെ പ്രതിഷ്ഠാദിനം, വിഷു, നിറ, പുത്തരി എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് ആൾക്കാരുടെ സാന്നിധ്യം ഇവിടെ നല്ലോണം ഉണ്ട്. നമ്മളെ ക്ഷേത്രത്തിൽ
ഇത്രയും ആളുകളൊക്കെ ഇന്ന് വന്നു കൂടാനും സഹകരിക്കുവാനും സാധിച്ചതിൽ നമ്മുടെ അമ്മേൻ്റെ കടാക്ഷം കൊണ്ട് വളരെ നല്ല നിലയിൽ ചരിത്രങ്ങൾ പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും കുറേ അറിഞ്ഞവരും നമ്മുടെ മറ്റു ആൾക്കാർ പറഞ്ഞു തന്ന രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു 400 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണിത്. പിന്നെ പണ്ട് ശിവപാർവതി പുതുവനത്തിൽ നായാട്ടിന് ഇറങ്ങിയ സമയത്തുള്ള ഒരു കഥകളാണ്. എല്ലാ വർഷവും വൃശ്ചികം 8 മുതൽ 11 വരെയാണ് ഇവിടെ കളിയാട്ടം നടന്നു വരുന്നത്. ഞാൻ സെക്രട്ടറിയാണ്. ചന്ദ്രൻ ഏഴോത്ത വീട്. ഇപ്പോൾ 1 വർഷമായിട്ട് ഇവിടെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുകയാണ്. ഇത്രയും നേരം ശ്രീനാടിനെ കണ്ടിട്ട് പറ്റിയല്ല. പായസം കുടിക്കാനാകുമ്പോൾ ശ്രീനാടിനെ കണ്ടു. നല്ല പാൽപ്പായസം ഉണ്ട് കേട്ടാ. അങ്ങനെ നമ്മള് ഇവിടെ നരിക്കോട് എത്തിയല്ലേ. മരിക്കോടെത്തി. ഈരുടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടാ നമ്മള് നരിക്കോടേക്ക് വന്നു. ഞാൻ പോയിട്ട് കളിച്ചിട്ടേ. നരിക്കോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും കാണൂല, നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അച്ഛനും അമ്മേനെയൊക്കെ ഉണ്ടാക്കി എനിക്ക് കുറച്ചേരം നമ്മള് കുറച്ച് സമയം ഇങ്ങനെ കൂടി കളിച്ചല്ലേ, ഇറങ്ങി കളിച്ച് നമ്മള് നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മള് നരിക്കോട് നിന്ന് ഇറങ്ങലായി കൂട്ടുകാരെ അതെ അല്ലേ. മെയ്തുട്ടിക്കൊന്നും വരാനില്ല മനസ്സില്ല കേട്ടോ. എന്നാ മെയ്തുട്ടി പറയുന്നത് നീ പറ. ഇവിടെ കുറച്ചേരം കളിച്ചിട്ട് ഇനി എത്ര സമയം കളിക്കലല്ലേ? നാളെ രാവിലെ ഇപ്പൊ ഡാൻസിന് പോകാനായില്ലേ? ആ നാളെ ഇപ്പൊ എന്തെല്ലോ പരിപാടികളുണ്ട്. ഇപ്പൊ കണ്ടില്ല ഇന്നെന്ന് വെച്ചാ 16 മറ്റേ മലയാള മാസം അല്ലേ? ആ വെള്ളപ്പൊക്കാന്ന് വരുന്ന നാളും വെള്ളം 16 നാളും വെള്ളം ഇനി 28 നാളും വെള്ളം അങ്ങനെയാണല്ലേ. അത് പണ്ടത്തെ ഒരു ചൊല്ലാന്നത് ചൊല്ലാം. ആ അപ്പൊ അതുപോലെ നടക്കില്ല. അപ്പൊ പണ്ടത്തെ അച്ഛൻ രാവിലെ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇതേ പറഞ്ഞിട്ടാ. അതാണ് സംഭവം. മഴ നിർത്താതെ ചൊരാതെ പെയ്യുന്നുണ്ട്. അതെ വാമേത് വേത് ഇന്നും ഇറങ്ങേണ്ട വട്ടേ ഇല്ല കേട്ടാ. നമ്മള് ടാറ്റ പറഞ്ഞേ ഇറങ്ങണ്ടേ. എന്നാ കൈമേല് നോക്കട്ടെ അമ്മക്കൊന്ന് ചാമ്പക ഉപ്പ് അമ്മ എന്നാ പോട്ടെ നമ്മള് കേട്ടാ.